ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും അത് മനസ്സിലുണ്ട്. ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മത്സരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം അങ്ങയുടെ ഉള്ളിലുണ്ടായിരുന്നു? അല്ല, ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എൻ്റെ വഴി അടയ്ക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്താലും ആ വഴി അങ്ങനെയൊന്നും അടയുന്നതല്ല. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം ഏത് തലത്തിലായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത്? ഇന്ന് യഥാർത്ഥത്തിൽ LDFും BJPയും തമ്മിൽ ഒരു കൂട്ടുകച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ വികസന കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുന്ന അമൃത TVയുടെ നോട്ട് ദ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നോട്ട് ദ പോയിന്റിൽ അതിഥിയായെത്തുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കൺവീനറും മുൻ മന്ത്രിയുമായ ശ്രീ അടൂർ പ്രകാശാണ്. നമസ്കാരം സർ. നമസ്കാരം. സാധാരണഗതിയിൽ അങ്ങേപ്പോലുള്ള നേതാവിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടുമ്പോൾ ചർച്ച തുടങ്ങേണ്ടത് അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങേണ്ടത് UDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ നയം, നിലപാട്, വികസന കാഴ്ചപ്പാടൊക്കെയാണ്. അതിലേക്ക് തീർച്ചയായും നമ്മൾ വരും. പക്ഷെ അതിനു മുമ്പ് ഈ സമീപ ദിവസങ്ങളിൽ വാർത്തയിൽ നിറഞ്ഞു നിന്ന വ്യക്തി എന്ന രീതിയിൽ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ആ രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. AICC തലത്തിൽ ചർച്ചകൾ നടക്കുന്നതൊക്കെ വാർത്തകളിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി മാധ്യമങ്ങളിൽ വന്നിരുന്ന വാർത്തകളുടെ ചില തലക്കെട്ടുകൾ ഞാൻ സൂചിപ്പിക്കാം. അടൂർ പ്രകാശ് ഉറച്ചു തന്നെ, വിട്ടുവീഴ്ചയില്ലാതെ അടൂർ പ്രകാശ്, സുധാകരൻ അയഞ്ഞപ്പോൾ അടൂർ പ്രകാശ് മുറുകി എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? മാധ്യമങ്ങളുടെ ഈ ചിത്രീകരണത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാധ്യമങ്ങൾ ഏതായാലും ആഘോഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി മാധ്യമങ്ങളുടെ ഒരു ആഘോഷമാണ് ഈ ലിസ്റ്റ് പുറത്തു വരുന്നത് വരെയും ഉണ്ടായിട്ടുള്ളത്. ഞാൻ UDF കൺവീനർ എന്നുള്ള നിലയിലും പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിലും പാർലമെൻറ്റ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഡൽഹിയിലായിരുന്നു. മാത്രമല്ല UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കോർ കമ്മിറ്റികൾ വെച്ചിരുന്നത് AICC ആസ്ഥാനത്താണ്. അപ്പോൾ പല അവസരത്തിലും AICCയിലേക്ക് ഓടിപ്പോകണം, അതേപോലെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണം. അത് ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ നേരെ AICC ആസ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം വലിയ വാർത്തകളാക്കി എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി. ഇതിപ്പോൾ ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ദേശീയ അടിസ്ഥാനത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് എല്ലാ കാര്യത്തിനും ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. അതേക്കുറിച്ചുള്ള ചർച്ചകൾ അത് KPCC പ്രസിഡൻറ്റ്, പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം മുൻ KPCCയുടെ പ്രസിഡൻറ്റ് എന്ന് മാത്രമല്ല വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതുകൂടാതെ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞാൻ UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പിന്നീട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ബഹുമാന്യായ ശ്രീ KC വേണുഗോപാൽ. അപ്പം ഞങ്ങൾ അതുകൂടാതെ ഇവിടെ ഈ സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ്, ഇത്രയും ആളുകൾ ഇരുന്നാണ് കോർ കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ കോർ കമ്മിറ്റിയിൽ ചർച്ചകൾ വരുമ്പോൾ ഒറ്റയ്ക്ക് പേര് ഏതുണ്ട്, അതല്ലെങ്കിൽ പാനൽ ഇടേണ്ടത് ഏതുണ്ട്. അപ്പോൾ പാനൽ ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങളത് ചർച്ച ചെയ്യും. അതിൻ്റെ വരാഴികകൾ, ആ പാനലിൽ വരുന്ന ആളുകളെക്കുറിച്ച് നാളെ അവർ ആരെ നിശ്ചയിച്ചു കഴിഞ്ഞാലും അതിനുള്ള വിജയസാധ്യത, ഞങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന വിജയസാധ്യതയാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ചകൾ
നീണ്ടുപോകും. അപ്പം നീണ്ടുപോകുന്നതനുസരിച്ച് ചാനലുകൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. എൻ്റെയും ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിക്കുകയുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്ന് എന്നെ വിളിച്ച് തമാശ രൂപത്തിലാണെങ്കിലും ചില സുഹൃത്തുക്കൾ ചോദിക്കുകയുണ്ടായി. അത് സ്വാഭാവികമായും ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും നിറവേറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ ഒരു അവസാന തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ വിജയസാധ്യതയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ AICC നടത്തിയ ഒരു സർവേയിൽ തന്നെ കോന്നി നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രീ അടൂർ പ്രകാശ് തന്നെയാണ് യോഗ്യൻ, അല്ലെങ്കിൽ താങ്കളെ കൊണ്ടതിന് കഴിയും എന്ന ആ സർവേയിൽ പറഞ്ഞിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ല, അങ്ങനെ പരിഗണിക്കണം എന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പാർലമെൻറ്റ് അംഗമാണ്. അപ്പോൾ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഞങ്ങൾ ആരും തന്നെ മത്സരിക്കേണ്ട എന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ആ തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം, ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ ആ ബൈ ഇലക്ഷനെ നേരിടേണ്ട ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തത് അതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് നിലവിലുള്ള പിമാരാരും മത്സരിക്കേണ്ട എന്ന ഒരു തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ ആ തീരുമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഈ ഞാൻ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ കോന്നിയുടെ മണ്ണിൽ നിന്നും എന്നെ എല്ലാമാക്കിയത് കോന്നിക്കാരാണ്. 96 ഞാൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ അത് CPMൻ്റെ ഒരു മണ്ഡലമായിരുന്ന ഇടത്തേക്കാണ് ഞാൻ പോയി ഇറങ്ങുന്നത്. അപ്പോൾ CPMൻ്റെ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ 3 തവണ അവർ പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കാണ് ഞാൻ മത്സരിക്കാൻ എന്നെ നിയോഗിച്ചത്. 1996 എന്നെ അങ്ങനെ നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 806 വോട്ടിനാണ് ആദ്യത്തെ തവണ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളും ഓരോ നാളുകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോന്നിക്കാരുടെ മനസ്സിൽ, കോന്നിക്കാരുടെ ഇടയിൽ എങ്ങനെ പ്രവർത്തിക്കണം, അവിടെയുള്ളതൊക്കെ വെറും പാവപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ, ഏത് തരത്തിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ, ഇല്ലായ്മകൾ മാത്രം കണ്ട് വളർന്നിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അവരെ കൈപിടിച്ചുയർത്തുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നിറവേറ്റി. അതുകൊണ്ട് തന്നെ അതിനടുത്ത പ്രാവശ്യം 14,000, പിന്നെ 14,050, 14,890 ഇങ്ങനെയൊക്കെ ഓരോ ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള, പിന്നീട് അത് 20,000-ന് മുകളിലേക്ക് ഏറ്റവും അവസാനം ഞാൻ 5-ാം തവണ മത്സരിക്കുന്ന സമയത്ത് 20,798 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ 2016-ലാണത്. ആ 2016-ൽ ഞാൻ വിജയിച്ച് കഴിഞ്ഞിട്ടാണ് 2019-ൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്. 2019-ൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൻ്റെ പാർട്ടി എന്നെ വിളിച്ച്, എന്ന് വെച്ചാൽ KPCCയിൽ നിന്നും അന്നത്തെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആറ്റിങ്ങിൽ മത്സരിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിരുന്നുമില്ല. എന്നാൽ ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് വൈ കാൻ യു ഏബിൾ ടു കം ടു ഡൽഹി എന്ന് എന്നോട് ചോദിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഐ ആം വെരി സേഫ് ഇൻ മൈ കോൺസ്റ്റിറ്റ്യുവൻസി, ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ഏബിൾ ടു കം ടു ഡൽഹി എന്ന് അദ്ദേഹത്തോട് ഞാൻ മറുപടിയും പറഞ്ഞു. സന്തോഷമായി ഞങ്ങൾ പിരിഞ്ഞതാണ്. അങ്ങനെയാണ് 2019 വന്നപ്പോൾ എന്നെ വിളിച്ച് എൻ്റെ പാർട്ടി ഒരു നിർദ്ദേശം തന്നു, നീ ആറ്റിങ്ങിൽ മത്സരിക്കണം. ഞാനൊരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് ആറ്റിങ്ങിൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ വന്നത്. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മത്സരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം അങ്ങയുടെ ഉള്ളിലുണ്ടായിരുന്നില്ലേ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കോന്നിയിലെ ജനങ്ങൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുകയാണ്, അങ്ങ് ഇവിടെ വരണം. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് 6.5 വർഷമാണെന്ന് തോന്നുന്നു, 6.5 വർഷമായി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ്. ഇടതുപക്ഷ ത്തിൻ്റെ MLA ആണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അദ്ദേഹം കാണിക്കുന്ന ഒരു അഹങ്കാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ
അടൂർ പ്രകാശ് തന്നെ തിരികെ വരണം എന്ന് എന്നെ വിളിക്കുന്ന ജാതിക്കും മതത്തിനും അതീതമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അതുകൂടെ ഞാൻ പറയും. അതിനകത്തൊരു പ്രത്യേകതയുള്ളത്, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ട കൈത്താങ്ങ് തരികയും ചെയ്തിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എന്നോടൊപ്പമായിരുന്നു. അതിൽ പല ആളുകളും, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ മടങ്ങി വരണം, മടങ്ങി വന്നാൽ ഈ സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വാഭാവികമായും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഞാൻ തീരുമാനിക്കേണ്ടത്. അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളീ പറയുന്ന കാര്യം എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനത്തെയും എനിക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മാത്രമേ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് എന്നെ വിളിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ആ സൂചിപ്പിച്ച അനുസരിച്ച് തീരുമാനങ്ങൾ വന്നപ്പോഴാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് എം പിമാരാരും മത്സരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തപ്പോൾ അത് എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ കോർ കമ്മിറ്റിയിലെ ഒരു അംഗം എന്നുള്ള നിലയിലും ഞാൻ കൂടി പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ കോന്നി മത്സരിക്കുന്നത്. അപ്പോൾ പകരക്കാരനായി ആരുടെ പേര് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൂടി നിർദ്ദേശിച്ച ആളാണ് ഇന്നിപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. അവിടെ എനിക്ക് അതിനോട് ചേർത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, താങ്കൾ പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്നാണ്, ഈ കോന്നിയിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ അടൂർ പ്രകാശ് കൂടി നിർദ്ദേശിച്ച ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ അതിനകത്തെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ നിന്ന് ആറ്റിങ്ങൽ മത്സരിക്കാൻ വന്നു, ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പാർട്ടി തന്നെ ചോദിച്ചു, ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പേര് പറഞ്ഞു എങ്കിലും ആ സ്ഥാനാർത്ഥി വന്നില്ല. ആ സ്ഥാനാർത്ഥി വരാതെ ഇരുന്നപ്പോൾ അവിടെ പുതിയ ആൾ വന്ന് മത്സരിച്ചു, പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ പരാജയത്തിൻ്റെ മുഴുവൻ ചുമതലകളും അടൂർ പ്രകാശ് ഏൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും അത് മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ആദ്യം തന്നെ ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്, എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, എന്നെ ഈ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളിനെ നിർത്താതെ പുതിയ ആളിനെ നിർത്തി പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടൂർ പ്രകാശിൻ്റെ മണ്ടയ്ക്കാക്കി. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ചോദ്യം, ഒരു സംശയം, കോന്നിക്കാരുമായി ഇത്രയധികം അഭേദ്യ ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് ഇപ്പോൾ 2019 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പിടിക്കാൻ താങ്കളെ പാർട്ടി നിയോഗിച്ചെങ്കിൽ 2024 ആകുമ്പോഴേക്കും എനിക്ക് കോന്നിയിലേക്ക് മടങ്ങിപ്പോകണം എന്നൊരു തീരുമാനം അന്ന് എടുത്തുകൂടായിരുന്നു? തീരുമാനത്തിൽ എവിടെയെങ്കിലും പിഴവ് വന്നതായി തോന്നുന്നുണ്ടോ? ഒരു പിഴവും വന്നിട്ടില്ല. ഞാൻ പാർട്ടിയുടെ ചട്ടക്കൂടിൽ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ പാർട്ടി നിർദ്ദേശിക്കുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു സാധാരണ പ്രവർത്തകനാണ്. ഞാൻ ഒരിക്കലും ദന്തഗോപുരത്തിലിരിക്കുന്ന ഒരാളല്ല. സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഒരു അംശം ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെയും അറിയാം. അതാണ് പ്രത്യേകത. അപ്പോൾ ഇന്നും അവിടെ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ, അവിടെ MLA ഉണ്ടല്ലോ, MLA ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ MLA ഉണ്ട്, MP ഉണ്ട്, ഇതൊക്കെ പറഞ്ഞാലും കോന്നിക്കാരുടെ ഒരു ആവശ്യം വന്നാൽ അതിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കും. അത് നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടുത്തെ MLA ആയതുകൊണ്ടല്ല, ഞാൻ അവിടുത്തെ MP ആയതുകൊണ്ടല്ല. അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ എന്താവശ്യത്തിനും, അവരുടെ അവരുടെ സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെ വിളിച്ചു പറയുമ്പോഴും ഞാൻ ഇപ്പോഴും അവിടെ ഓടിയെത്താറുണ്ട്. കിട്ടുന്ന സമയങ്ങളിൽ ഓടിയെത്താറുണ്ട്. പണ്ടത്തെ പോലെ എല്ലാ ദിവസങ്ങളും എനിക്ക് ഓടിയെത്താൻ കഴിയുന്നില്ല എങ്കിലും ഒരു വിവരം അറിഞ്ഞാൽ ഞാൻ അവിടെ വീണ്ടും ഏതെങ്കിലും സമയത്ത് അതുവഴി കടന്നു പോകുമ്പോൾ അവരെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആ ഒരു സന്തോഷം ആ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ MP മാർ മത്സരിക്കേണ്ട എന്ന നിലപാട് അത് പൊതുവെ ശ്ലാഘിക്കപ്പെടുന്നത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ബാധ്യത പൊതുജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടരുത് എന്നുള്ള ഒരു കാര്യം കൂടി കൊണ്ടുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, താങ്കൾ
നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു, ആരോഗ്യ വകുപ്പ് മന്ത്രി, അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മുതിർന്നൊരു നേതാവാണ്. താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കോന്നിയിൽ നിന്ന് ജയിക്കുകയും UDF അധികാരത്തിലെത്തുകയും ചെയ്താൽ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. അവിടെ താങ്കൾക്ക് പൂർണ്ണ പിന്തുണയുമായി പരസ്യമായി തന്നെ ശിവഗിരി മഠവും അതുപോലെ SNDP യോഗവുമൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അത്തരത്തിൽ ആരെയും കാണുന്നില്ല. അങ്ങനെ ആരെങ്കിലും പിന്നെ ദുർചിന്തകൾ ആരുടെയും മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അവർ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഉണ്ടാക്കി എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുകയുള്ളൂ. എല്ലാവരും ഇപ്പോൾ മത്സരിക്കുന്നത് ഉടനെ മന്ത്രിയാകാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊന്നും കണ്ടുകൊണ്ടല്ല. നമുക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും. ആ വിജയം കൈവരിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് കൈവരിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പോവുക. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, അങ്ങനെ പോയെങ്കിൽ മാത്രമേ. ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതല വഹിച്ചാണ്. അതിനോടൊപ്പം തന്നെ മറ്റു പല വകുപ്പുകളും ഞാനന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ല, എൻ്റെ ചോദ്യം അതാണ്. അങ്ങനെ പാർട്ടിയിൽ വ്യക്തമായ സീനിയോറിറ്റിയും ഭരണപരിചയമുള്ള ഒരാളുടെ വഴിയടയ്ക്കാൻ ചില സാങ്കേതികത്വം ഉന്നയിച്ചതാണോ? ഇല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഒരിക്കലും അങ്ങനെയില്ല. അത് പിന്നെ എൻ്റെ വഴി അടയ്ക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്താലും ആ വഴി അങ്ങനെയൊന്നും അടയുന്നതല്ല. ഞാനൊരു പൂർണ്ണമായി ഈശ്വരവിശ്വാസിയാണ്. എനിക്ക് ഒരു ഈശ്വരവിശ്വാസി എന്നുള്ള നിലയിൽ നിശ്ചയമായും ഞാൻ പോകുന്ന വഴി തെറ്റാണെങ്കിൽ ആരെങ്കിലും പിന്നെ നിങ്ങളായാൽ പോലും ആരാണെങ്കിലും എന്നെ ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് തിരുത്താൻ എനിക്ക് ബോധ്യം വന്നാൽ ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. അതല്ലാതെ കണ്ട് എന്നെ മറ്റൊരർത്ഥത്തിൽ ഇപ്പോൾ ചില ആളുകൾ ഭീഷണിപ്പെടുത്തി തെറ്റ് തിരുത്തിക്കാൻ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ തീരുമാനം മാറ്റണം എന്നൊക്കെ പറയുമല്ലോ, അതിലൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ ഒരു നിലപാടുകൾ സ്വീകരിച്ചാണ് ഞാൻ ആരോഗ്യവകുപ്പാണെങ്കിലും പിന്നീട് റവന്യൂ വകുപ്പ്, ഇതിനേക്കാൾ ഒരു പിന്നെ പ്രാധാന്യമുള്ളൊരു വകുപ്പ് എന്നുള്ള നിലയിലാണ് എന്നെ ഉമ്മൻചാണ്ടി വിശ്വാസത്തോടു കൂടി ആ റവന്യൂ വകുപ്പ് ഏൽപ്പിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വൈകലും ചില അപസ്വരങ്ങളും ഇതൊക്കെ ഈ UDF ലഭിക്കേണ്ടിയിരുന്ന ആദ്യഘട്ടത്തിലെ മേൽക്കൈ നഷ്ടപ്പെടുത്തിയെന്ന് കരുതുന്നു? അങ്ങനെ ഒരിക്കലുമില്ല. അത് UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉള്ള പാർട്ടിയുമായി ഞങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല. UDF എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊപ്പമുള്ള ഘടകകക്ഷികൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അവസരത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അത് അവർക്കും അറിയാം. അവരോട് കാര്യങ്ങൾ ഒക്കെ വർത്തമാനം പറഞ്ഞ് ആശയവിനിമയം നടത്തി അത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് 10 വർഷക്കാലത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരു അന്തിമ ഘട്ടമായി മാറാൻ പോവുകയാണ്. ആ അന്തിമഘട്ടം ആയി മാറുന്ന അവസരത്തിൽ UDF കൺവീനർ എന്നുള്ള നിലയിൽ കേരളത്തിൽ എവിടെ നിന്ന്, ഏത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഏത് മേഖലയിൽ നിന്ന് ഓടിയെത്തണം എന്ന് പറഞ്ഞാലും അവിടെ ചെല്ലാൻ കഴിയുന്ന മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നിറവേറ്റിയിരിക്കും. UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചാരണത്തിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ദേശീയ പ്രസ്ഥാനമാണ്. CPM എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനമായി ഇന്ന് കാണാൻ പറ്റൂ. CPM എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമായി മാറിയപ്പോൾ കേരളത്തിൽ അവർക്ക് എന്ത് തീരുമാനം എടുക്കാം? ആ തീരുമാനം എടുക്കുന്നത് പോലെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. UDF എന്ന് പറയുന്നത് ഒരു വലിയ പല ആളുകളുടെയും ഒരു കൂട്ടായ ഒരു അധ്വാനത്തിൻ്റെയും കൂട്ടായ ശ്രമത്തിൻ്റെയും ഭാഗമാണ് UDF എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം ഞങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ആ തീരുമാനങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. പല പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കേൾക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പറയുന്നുണ്ട്,
ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇനി ശ്രീ കെ.സി. വേണുഗോപാൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ കേൾക്കുന്ന വാർത്തകളിലെ വാസ്തവം എന്താ? അല്ല, അത് വാർത്തകൾ ഇങ്ങനെ ആർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വാർത്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാകണം എന്നില്ല. അത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. അതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി. അത് ഇന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം തന്നെ വന്നപ്പോൾ അല്പം വൈകിയപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഉടനെ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ഞങ്ങൾക്ക് ഉള്ള ഒരു ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പല ആളുകളുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനങ്ങൾ അല്പം വൈകി. അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനകത്ത് യാതൊരു കോട്ടവുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ യുക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തിരിക്കും. യു ഡി എഫിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? യു ഡി എഫിൻ്റെ അണികൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ തന്നെ അടുക്കും ചിട്ടയോടും കൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഞങ്ങൾക്കുണ്ടാക്കാൻ പറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റി, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റി. ഇതെല്ലാം ശരി തന്നെ. അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളും ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെ, പ്രയാസങ്ങൾ എന്തൊക്കെ എന്ന് ഒരു ഗവേഷണ രൂപത്തിൽ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ എന്ന് ഞങ്ങൾ പഠിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അത് മുമ്പോട്ട് പോവുകയും കേരളത്തിൽ നടപ്പാക്കും എന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അപ്പം ജനങ്ങളുടെ മുമ്പിൽ അത്തരം കാര്യങ്ങൾ വെക്കുമ്പോൾ ജനങ്ങൾക്ക് തന്നെ വിലയിരുത്തൽ നടത്താൻ പറ്റും. യു ഡി എഫ് ആണ് അധികാരത്തിൽ വരേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള ഈ അഭിപ്രായ ഭിന്നതകളൊന്നും ഒരു പ്രശ്നമല്ല. ഇത് തന്നെ ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സ് എൻ്റെ നിയോജകമണ്ഡലമായ കാട്ടാക്കടയിൽ ഞാൻ ഓടിയെത്തണം, അവരെന്നെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്, അവിടേക്ക് ഓടിയെത്തണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ കാട്ടാക്കടയും ചിറയൻകീഴും ആറ്റിങ്ങലും മറ്റും ഓടിയെത്തിയതിന് ശേഷം വേണം ഇന്ന് രാത്രിയിൽ അടൂരെത്താനും. അടൂര് പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥികളുമായി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കാര്യങ്ങൾ എവിടെയൊക്കെ ആരെയൊക്കെ കാണണം എന്നൊക്കെ ഉള്ളത് ഇതിനെക്കുറിച്ച് ആലോചിക്കണം. അങ്ങനെ ഓരോ മേഖലകളിലും ഓരോ ദിവസവും ഓടി നടക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ AICC നേതൃത്വം ഒരു കർശനമായ തീരുമാനമെടുത്തതോടുകൂടി ഭാവിയിൽ ഇത് തന്നെയായിരിക്കുമോ? അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ബാധ്യത ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ഇനി അങ്ങോട്ട് MP-മാരാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന നയവും നിലപാടുമായിട്ടായിരിക്കുമോ കോൺഗ്രസ് പോവുക? അല്ല, എന്ന് ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ പല സാഹചര്യങ്ങളെ വിലയിരുത്തും. പല കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് മാത്രമായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുകയാണ്, ഇനി നാളെ ഇത് തന്നെ അനുവർത്തിക്കും എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ചങ്കൂറ്റമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട സമിതിയിലേക്കല്ല ഞാനുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ശ്രീ കെ സുധാകരൻ്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കി ഏകദേശം ആ വിഷയങ്ങളൊക്കെ അടങ്ങിയെങ്കിലും അണികൾ പരസ്യമായി റോഡിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുമായി മുഖത്തോട് മുഖം നോക്കി നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് കെ സുധാകരനാണ്. അപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ അധ്വാനവും ചോരയും നീരും അതിനുവേണ്ടി വിനിയോഗിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ അണികൾ ഒരുപാടുണ്ട്. ആ സുധാകരൻ്റെ അണികൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ തന്നെ
നിരവധി മേഖലകളിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരുണ്ട്, അദ്ദേഹത്തെ ആരാധിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്വാനവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അണികളും ആഗ്രഹിച്ച കാര്യത്തിലൊരു തെറ്റും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ആഗ്രഹിച്ചതുപോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് വരില്ല. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം ഏത് തലത്തിലായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത്? ഞങ്ങൾ BJPയുടെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ LDFും BJPയും തമ്മിൽ ഒരു കൂട്ടുകച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടുകച്ചവടത്തിൽ ഏതൊക്കെ തരത്തിൽ LDF എവിടെയൊക്കെ കൂട്ടുകച്ചവടം നടത്തി UDFനെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അത് നോക്കിക്കണ്ടുകൊണ്ടായിരിക്കണം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തൽ നടത്താനുള്ളതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDF കൺവീനർ എന്ന രീതിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് UDF മുന്നോട്ട് വയ്ക്കുന്ന വികസന നയം, വികസന കാഴ്ചപ്പാട്, ഈ സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്? UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാർഗങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നിശ്ചയമായും UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട തരത്തിലുള്ള കാലോചിതമായ മാറ്റങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോകുന്നു, UK പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് പോകാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നു. അപ്പോൾ ആ വ്യഗ്രത കാണിക്കുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകണം. കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാകണം. ആരോഗ്യ മേഖലയിൽ ഇന്നിപ്പോൾ എവിടെ എടുത്തു നോക്കിയാലും ആരോഗ്യ മേഖലയിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന, ഞാനും ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളാണ്, തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ആരോഗ്യ പരിരക്ഷ കൊടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. ആ പ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് അഭ്യാസം നടത്തിയിട്ട് കാര്യമില്ല, അത് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് ക്ഷേമകരമായ മറ്റ് പല പ്രവർത്തനങ്ങളും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ വനിതകളെ സംബന്ധിച്ചിടത്തോളം KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചതാണ്. അതുകൂടാതെ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നൂതനമായ കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ UDF ഞങ്ങൾ മുമ്പോട്ട് പോകും. അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കും എന്ന് 100% വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ 100% ഞാൻ പറയുന്നു, UDF 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് അധികാരത്തിൽ കടന്നു വരും. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ വലിയ തിരക്കിലാണ്. എന്നിട്ടും ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം ചിലവഴിച്ചതിന് വളരെ നന്ദി. UDFിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. താങ്ക് യു.